അന്നത്തെ അസീസായിരുന്നു കിത്തിഫീർ. തന്റെ മകൾ സ്വപ്നത്തിൽ കണ്ടത് കിത്തിഫീറിനെയാണെന്ന് തൈമൂസ് രാജാവ് വിചാരിച്ചത്. അങ്ങനെ അസീസിന്റെയും സുലൈഖയുടെയും വിവാഹ ചടങ്ങുകൾ മംഗളമായി നടന്നു. വിവാഹ ദിവസം ആദ്യ രാത്രി തന്നെ സുലൈഖ ആ സത്യം മനസ്സിലാക്കി. താൻ സ്വപ്നദർശനം നടത്തിയ യുവാവല്ല തന്റെ ഭർത്താവെന്ന്. അവർ ഈ കാര്യങ്ങളെല്ലാം തന്റെ വളർത്തമ്മയോട് പറഞ്ഞു കരഞ്ഞു. അപ്പോൾ അവളെ ഉപദേശിച്ചെന്നും കിസ്സകളിൽ പറയുന്നു. സുലൈഖ അസീസുമായി അടുക്കാതിരിക്കുന്നതിനുള്ള ഓരോ സൂത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ ആ ദമ്പതികൾ അപ്രത്യക്ഷത്തിൽ മാത്രം ദമ്പതിമാരും വാസ്തവത്തിൽ അന്യരുമായി വർത്തിച്ചിരുന്ന കാലത്താണ് യൂസഫ് മിസ്രിലെത്തുന്നത്. യൂസഫിനെ കാണാൻ വരുന്നവരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കാണുവാൻ വരുന്നവരിൽ നിന്ന് മാലിക് നിശ്ചിത ഫീസ് ഈടാക്കുകയായിരുന്നു. അവസാനം മാലിക് യൂസഫിനെ വിൽക്കുവാൻ തീരുമാനിച്ചു. തന്റെ അടിമ യൂസഫിനെ ലേലത്തിൽ വിൽക്കുന്ന ഒരു കാര്യം മിസ്രിൽ വിളംബരം നടത്തി. ഈ വാർത്ത സുലൈഖയും അറിഞ്ഞു. ലേലത്തിൽ പങ്കെടുക്കുവാൻ അവരും തീരുമാനിച്ചു. ലേലത്തിന്റെ ആ ദിവസം വന്നെത്തി. മാലിക് യൂസഫിനെ അണിയിച്ചൊരുക്കി ഒരു തലപ്പാവും ധരിപ്പിച്ചു. അലങ്കരിച്ച ഒരു പ്രത്യേക കസേരയിൽ ഇരുത്തി. ആ പ്രദേശം ജനസമുദ്രമായി. ആ വേഷത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം മങ്ങുവർണ്ണനക്കതീതമായിരുന്നു. ഈ സമയത്ത് അസീസും സുലൈഖയും വളർത്തമ്മയും സംഘവും ആ സദസ്സിലേക്ക് കടന്നു വന്നത്. മാലിക് അവർക്ക് അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ നൽകി. ലേലത്തിന്റെ സമയം അടുത്തപ്പോൾ മാലിക് യൂസഫിനെ കൊണ്ടുവന്ന് മനോഹരമായ അലങ്കരിച്ച ഒരു കസേരയിൽ ഇരുത്തി. യൂസഫിനെ കണ്ടതും സുലൈഖ അത്ഭുതത്തോടെ നോക്കി. യൂസഫിന്റെ വദനം കണ്ട് സുലൈഖയുടെ മുഖത്ത് അത്ഭുതവും സന്തോഷവും ഒന്നിച്ചു നിറഞ്ഞു. താൻ സ്വപ്നദർശനം നടത്തിയ തന്റെ ഹൃദയം കവർന്ന ആ കോമളനായ യുവാവ് തന്റെ മുന്നിൽ ഇരിക്കുന്ന യൂസുഫാണെന്ന് അവർക്ക് മനസ്സിലായി. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ഇതു കണ്ട ജമീല വളർത്തമ്മയാണെന്നും തോഴിയാണെന്നും അഭിപ്രായമുണ്ട്. സുലൈഖയുടെ കൈകളിൽ പിടിച്ച് എന്നിട്ട് പറഞ്ഞു, മഹാറാണി, എന്താണ് കാണിക്കുന്നത്? ജമീല, ഇത് യുവാവാണ്. ഞാൻ സ്വപ്നദർശനം നടത്തി എന്റെ ഹൃദയം കവർന്ന ആ കോമളൻ. സുലൈഖ മറുപടി പറഞ്ഞു, മഹാറാണി, പരിസരം മറന്നു പ്രവർത്തിക്കരുത്. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. ജമീല സുലൈഖയെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം ലേലം തുടങ്ങിയിരുന്നു. ലേലത്തിൽ എല്ലാവരും പങ്കുചേർന്നു. ലേലത്തുക ഒരുപാട് ഉയർന്നു. സുലൈഖ അക്ഷമമായി. അവൾ കിത്തിഫീറിനോട് യൂസഫിനെ ലേലത്തിൽ നമുക്ക് സ്വന്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. കിത്തിഫീർ സ്വന്തം മകനെ പോലെ വളർത്തുവാൻ ഇഷ്ടത്തോടെ യൂസഫിനെ സ്വന്തമാക്കിയതാണെന്നും അഭിപ്രായമുണ്ട്. അവസാനം യൂസഫിന്റെ തൂക്കത്തിന് സ്വർണം നൽകി അസീസ് യൂസഫിനെ സ്വന്തമാക്കി. ലേലത്തിൽ സ്വന്തമാക്കിയ ശേഷം അസീസും സംഘവും യൂസഫുമായി പുറപ്പെടുന്നതിന് മുമ്പ് മാലിക് യൂസഫിനോട് തനിച്ചു കണ്ടു സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് യൂസഫ് താൻ ആരാണെന്നും കനാനിലെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണെന്നും തന്നോടുള്ള വൈരാഗ്യത്താൽ ജ്യേഷ്ഠന്മാർ തന്നെ കൊല്ലുന്നതിനായി കിണറ്റിൽ എറിഞ്ഞതാണെന്നും അന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തത്. ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ പരിഭ്രാന്തനായ മാലിക് ദുഃഖഭാരത്തോടെ എല്ലാം പുറത്തു തരണമെന്ന് അപേക്ഷിക്കുന്നുണ്ടെന്നും കിസ്സകളിൽ പറയുന്നുണ്ട്. യൂസഫ് മാലിക്കിനെ ആശ്വസിപ്പിച്ചു. എന്നിട്ടു തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അസീസിനും സംഘത്തിനോടൊപ്പം കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. യൂസഫും അസീസും പരിവാരങ്ങളും കൊട്ടാരത്തിലെത്തിച്ചേർന്നു. അസീസ് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണം സുലൈഖയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു.
യൂസഫിന്റെ സർവാധികാരം വിട്ടുകിട്ടിയപ്പോൾ സുലൈഖ യൂസഫിനോട് താൻ സ്വപ്നം കണ്ടതുമായ എല്ലാ കാര്യങ്ങളും യൂസഫിനോട് പറഞ്ഞു. തനിക്കുള്ള സ്നേഹാധിക്യത്തെ വാക്കുകളിലും പെരുമാറ്റത്തിലും പ്രകടിപ്പിച്ചു തുടങ്ങി. എന്നാൽ സുലൈഖയുടെ പ്രകടനങ്ങളോട് യൂസഫ് നബി അലൈഹിസ്സലാം ഒട്ടും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് പല സന്ദർഭങ്ങളിലും സുലൈഖ യൂസഫിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും അവളുടെ വാക്കുകൾ കേൾക്കുവാനോ ഇംഗിതത്തിന് വഴങ്ങുവാനോ യൂസഫ് തയ്യാറായിരുന്നില്ല. യൂസഫ് നബി അലൈഹിസ്സലാം സുലൈഖയിൽ രക്ഷ നൽകണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നെന്ന് കിസ്സകളിൽ പറയുന്നുണ്ട്. എപ്പോഴും സുലൈഖയ്ക്ക് നിരാശ മാത്രമായിരുന്നു തിരിച്ചു ലഭിച്ചത്. അവളിൽ സങ്കടം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വളർത്തമ്മയോട് അവൾ തന്റെ വിഷമങ്ങൾ പങ്കുവച്ചു. ആ സമയത്തായിരുന്നു അസീസ് സുലൈഖയ്ക്ക് മാത്രമായി ദാറുൽ കറാം എന്ന പേരിൽ ഒരു മണിമാളിക പണിയിച്ചു കൊടുത്തത്. സുലൈഖ അങ്ങോട്ട് താമസം മാറ്റി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അസീസും പരിവാരങ്ങളും ഇല്ലാത്ത സമയം നോക്കി യൂസഫിനെ അവിടേക്ക് സുലൈഖ ക്ഷണിച്ചു വരുത്തി. യൂസഫ് സുലൈഖയുടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവൾ കൊട്ടാരത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചു. തന്റെ ആഗ്രഹം യൂസഫിനെ അറിയിച്ചു. തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അവർ നബിയെ പ്രലോഭിപ്പിച്ചു. എന്നാൽ യൂസഫ് നബി അലൈഹിസ്സലാം സുലൈഖയുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിയില്ല. നബിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് അള്ളാഹുവിനെ ഭയമാണ്. ഞാൻ അള്ളാഹുവിങ്കൽ അഭയം പ്രാപിക്കുന്നു. എന്നാൽ സുലൈഖ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. വാതിലിന് അരികിലേക്ക് നടന്ന നബിയുടെ കുപ്പായത്തിൽ കടന്നു പിടിച്ചു. എതിർത്ത ഉടനെ കുപ്പായത്തിന്റെ പിൻവശം സുലൈഖ വലിച്ചു കീറി. ഈ രംഗം കണ്ടുകൊണ്ടാണ് കിത്ഫീർ അങ്ങോട്ട് കടന്നു വന്നത്. ഈ സന്ദർഭത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വിവരിക്കാം. യൂസഫ് ഏതൊരുവളുടെ വീട്ടിലാണോ അവൾ അവനെ വശീകരിക്കുവാൻ ശ്രമം നടത്തി. വാതിലുകൾ അടച്ചു പൂട്ടിയിട്ട് അവൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ. അവൻ പറഞ്ഞു, അള്ളാഹുവിൽ ശരണം, നിശ്ചയമായും അവനാണ് എന്റെ രക്ഷിതാവ്. അവൻ താമസം ക്ഷേമകരമായിരിക്കുന്നു. തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല. കുപ്പായം വലിച്ചു കീറിയ സന്ദർഭത്തെ പറ്റി ഖുർആൻ പറയുന്നു: അവർ രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ പിന്നിൽ നിന്ന് അവന്റെ കുപ്പായം പിടിച്ചു. അത് കീറി. അവർ ഇരുവരും വാതിൽക്കൽ വെച്ച് അവളുടെ നാഥനെ ഭർത്താവിനെ കണ്ടുമുട്ടി. ഈ രംഗം കണ്ട് കോപുലനായി അസീസ് ഉച്ചത്തിൽ വിളിച്ചു, സുലൈഖ. ഭർത്താവിനെ കണ്ട സുലൈഖ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൊണ്ട് പറഞ്ഞു, പ്രഭോ, അങ്ങില്ലാത്ത സമയം നോക്കി യൂസഫ് എന്റെ അരമനയിലേക്ക് കടന്നു വന്നു എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. സാഹചര്യം തനിക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കിയ സുലൈഖ യൂസഫിനെ തെറ്റുകാരനാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ യൂസഫ് താൻ തെറ്റുകാരനല്ലെന്നും ആ സത്യം സുലൈഖയും തന്റെ സൃഷ്ടാവും മാത്രമാണ് അറിയുന്നവർ എന്നും സാക്ഷിയും അവർ മാത്രമാണെന്നും പറഞ്ഞു. അസീസ് ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് സുലൈഖയുടെ ബന്ധു അവിടെ വന്നത്. അദ്ദേഹം അസീസിനൊരു പോംവഴിയും ഉപദേശിച്ചു. അതിങ്ങനെയായിരുന്നു: അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ പിൻവശമാണ് കീറിയതെങ്കിൽ അവൾ പറയുന്നത് കള്ളമാണ്. എന്നാൽ കുപ്പായത്തിന്റെ മുൻവശമാണ് കീറിയതെങ്കിൽ അവൻ പറയുന്നത് നുണയാണ്. ആ തീരുമാനത്തോട് അസീസ് യോജിച്ചു. അവർ യൂസഫിന്റെ കുപ്പായം പരിശോധിച്ചു. പിൻവശമാണ് കീറിയതെന്നും സുലൈഖയാണ് കുറ്റക്കാരിയെന്നും മനസ്സിലായെങ്കിലും അസീസ് സുലൈഖയെ ശിക്ഷിച്ചില്ല. യൂസഫും സുലൈഖയും തമ്മിൽ നടന്ന സംഭവത്തെ അസീസ് രഹസ്യമാക്കി വെക്കുകയാണുണ്ടായത്. എങ്കിലും
ഇത് അധികം നാൾ രഹസ്യമായി നിലനിന്നില്ല. ഈ വാർത്ത എങ്ങനെയോ പുറത്തു വന്നു. മിസ്ർ പട്ടണം മുഴുവനും വ്യാപിച്ചു. നാട്ടിലെ സ്ത്രീകൾ സുലൈഖയെയാണ് കുറ്റപ്പെടുത്തിയിരുന്നത്. സ്ത്രീകൾക്ക് ഇടയിലുള്ള സംസാര വിഷയങ്ങളും അപവാദങ്ങളും സുലൈഖയും അറിഞ്ഞിരുന്നു. അവരുടെ പരിഹാസവലയത്തിൽ നിന്നും താൻ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുക സുലൈഖ ആലോചിച്ചു. ഒടുവിൽ ബുദ്ധിമതിയായ സുലൈഖ ഒരു ഉപായം കണ്ടെത്തി. പട്ടണത്തിലെ ഉയർന്ന കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്താം. അങ്ങനെ ആ സ്ത്രീകളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഒരു ദിവസം അവരെല്ലാം കൊട്ടാരത്തിൽ വന്നു ചേർന്നു. സുലൈഖ അവരെ സൽക്കരിച്ചിരുത്തി. എന്നിട്ട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നെ ഓരോരുത്തരുടെ മുന്നിലുമായി ആപ്പിളും കത്തിയും കൊണ്ടുവന്നു വെച്ചു. ഇതിനിടയിൽ സുലൈഖ യൂസഫിന്റെ അരികിൽ ചെന്ന് ഇങ്ങനെ കൽപ്പിച്ചു: അതിഥികളായ സ്ത്രീകൾ ആപ്പിളെടുത്ത് മുറിക്കുമ്പോൾ അവരുടെ മുന്നിൽ കൂടി നടന്നു പോകണം. സ്ത്രീകൾ കഴിക്കുവാനുള്ള ആപ്പിൾ കയ്യിൽ എടുത്ത് മുറിക്കുവാൻ തുടങ്ങിയ സമയം സുലൈഖ യൂസഫിനോട് അവരുടെ മുന്നിലൂടെ പോകുവാൻ ആംഗ്യം കാണിച്ചു. സുലൈഖയുടെ കൽപ്പന അനുസരിച്ച് അവൾ പറഞ്ഞതുപോലെ സ്ത്രീയുടെ മുന്നിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നുപോയി. ആ സ്ത്രീകൾ യൂസഫ് നബിയെ കണ്ട നിമിഷം അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യൂസഫിന്റെ അതുല്യ തേജസ്സറ്റ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഇത് മനുഷ്യനാണോ മലക്കാണോ ഇങ്ങനെ സ്വയം പറഞ്ഞു പോയെന്ന് കിസ്സയിൽ വിവരിക്കുന്നു. ആപ്പിൾ മുറിക്കുന്നുണ്ടെങ്കിലും തന്റെ വിരൽ മുറിഞ്ഞ് രക്തം വരുന്നത് അവർ അറിഞ്ഞതേയില്ല. പരിഹാസപൂർവ്വം സുലൈഖ ആ സ്ത്രീകളോട് ചോദിച്ചു: സഹോദരിമാരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോഴാണ് അവർക്ക് പരിസരബോധം വന്നത്. ആ പരിഹാസ വാക്കുകൾ കേട്ട് അവർ ലജ്ജിച്ചുപോയി. സുലൈഖ ചിരിച്ചുകൊണ്ട് തന്റെ അതിഥികളായ അവരോട് ചോദിച്ചു: ഒരു തവണ മാത്രം യൂസഫിനെ ദർശിച്ച നിങ്ങൾക്ക് ഈ അവസ്ഥ കൈവന്നെങ്കിൽ യൂസഫുമായി നിത്യ സഹവാസത്തിലിരിക്കുന്ന ഞാൻ ഏതവസ്ഥയിലെത്തിയിരിക്കണം? ആ ചോദ്യത്തിനുള്ള മറുപടി അവരുടെ അരികിൽ ഇല്ലായിരുന്നു. അവരിൽ പലരും റാണിയോട് ക്ഷമാപണം നടത്തി ശേഷം പിരിഞ്ഞുപോയി. യൂസഫിനെ കണ്ട അത്ഭുതപ്പെട്ട സ്ത്രീകളോട് സുലൈഖ പരിഹാസചിരിയോടെ ചോദിച്ചു: